റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിങ്ങാണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. തജ്വീദിലെ മുഴുവൻ നിർവചനങ്ങളടങ്ങിയ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പിന്നെ 3ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു സിഫത്തുകളും അതിൻ്റെ ഹർഫുകളൊക്കെ. സിഫാത്ത് വൽ ഹുറൂഫ് എന്നുള്ളൊരു പാഠം പഠിച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടും 5 സിഫത്തുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഹർഫുകൾ, ആ സിഫത്തുകളുടെ ഹർഫുകൾ, അതേപോലെ തന്നെ ആ സിഫത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ സിഫത്ത് എന്താണ്? ഹംസ് എന്നുള്ള സിഫത്താണ്. ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയാം. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഇനി എന്ത് ചെയ്യുക? ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ. ഇത് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തണം എന്താ വെച്ചാൽ അടുത്തതും കൂടി അതുമായി കണക്ട് ചെയ്ത് പറയാനാണ്. അപ്പോൾ ഇതാണ് ഹംസ്. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ. ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ നമ്മൾ മഖ്റജിൽ വല്ലാതെ അമർത്താതെ പറയുന്നത് കൊണ്ട് ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ ചെറുതായിട്ടൊരു കാറ്റ് പുറത്തു പോകും, ശ്വാസം പുറത്തു പോകും. അതിനുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫാ, ഹാ, സാ, ഹാ, ഷീൻ, പിന്നെ ഖാ, സ്വാദ്, സീന്, കാഫ്, താ. എത്ര അക്ഷരങ്ങളാണ്? 1 2 3 4 5 6 7 8 9 10 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ എന്താ എന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഇതിങ്ങനെ അക്ഷരങ്ങൾ പഠിക്കുന്നത് ഒരു പ്രയാസമാണ് അല്ലേ? ഫ, ഹ എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ നിൽക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതൊരു വാക്കാക്കുക, ഒരു വേർഡാക്കിങ്ങാണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെൻറ്റൻസ് ആക്കിങ്ങാണ്ട്, സെൻറ്റൻസ് അല്ല ഒരു വാക്കാക്കിങ്ങാണ്ട് പഠിക്കുക. എങ്ങനെ? ഒരു 3 വാക്കുകൾ അടങ്ങിയുന്ന രീതിയിൽ നോക്കൂ. ഫഹസ്സഹു, ഷഖ്സുൻ, സക്കത്ത്. ഇങ്ങനെ പഠിച്ചാൽ മതി. ഫഹസ്സഹു ഷഖ്സുൻ സക്കത്ത് എന്ന് പഠിച്ചേക്കുക. ഹംസ്, ഫഹസ്സഹു ഷഖ്സുൻ സക്കത്ത്. അങ്ങനെ പഠിച്ചാൽ അത് നമ്മൾ പിന്നെ ഓരോ അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി വരികയാണെങ്കിൽ അതിൽ നിന്ന് ഓരോ അക്ഷരങ്ങൾ എഴുതെങ്ങനെ? ഫഹസ്സഹു എന്ന് പറയുമ്പോൾ അതിലിങ്ങനെ ഓരോ അക്ഷരങ്ങൾ ഫ, പിന്നെ ഹ, സ, ഹ, അങ്ങനെ ഓരോന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതൊരു വാക്കാക്കി പഠിച്ചാൽ, അല്ലെങ്കിൽ 2-3 വാക്കുകൾ അടങ്ങുന്ന രീതിയിൽ പഠിക്കുമ്പോൾ അത് മനസ്സിൽ നിൽക്കും. ഇനി 2ാമത്തത് റിഹ്വാണ്. 1 ഹംസ് നമ്മൾ പറഞ്ഞു. ഇനി റിഹ്വിൻ്റെ പിന്നെ അതിൻ്റെത് നോക്കൂ. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. നേരത്തെ മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ശ്വാസം പുറത്തു പോവലാണ് പറഞ്ഞത്. ഇത് മൃദുവായി ശബ്ദം നടക്കൽ. അത് രണ്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ പിന്നെ ഹംസും റിഹുവും നമ്മളെ മനസ്സിലുണ്ടാവും. മൃദുവായി ശബ്ദം നടക്കൽ. ഇനി അതിൻ്റെ അക്ഷരങ്ങൾ നോക്കൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്ന് പറയുമ്പോൾ പഠിക്കാൻ പ്രയാസമാകും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? അതൊരു സെൻറ്റൻസ് ആക്കാം. എങ്ങനെ സെൻറ്റൻസ് ആക്കാം? എന്താ? ഖുദ് ഖിസ്സ ഹല്ലിൻ ഫല്ല ഷൗസിൻ സയ്യ സാഹ്. അങ്ങനെയാണ് പഠിച്ചു വെക്കുക. ഖുദ് ഖിസ്സ ഹല്ലിൻ ഫല്ല ഷൗസിൻ സയ്യ സാഹ്. അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞാൽ അത് മനസ്സിൽ നിന്നോളും. ഖുദ് ഖിസ്സ ഹല്ലിൻ ഫല്ല ഷൗസിൻ സയ്യ സാഹ്. അങ്ങനെയാണ് പഠിക്കുക. എന്നിട്ട് അക്ഷരങ്ങൾ ഓരോന്ന് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ വാക്ക് ഇതിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. ഇനി അതിങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഹർക്കത്ത് കൊടുത്തുങ്ങാണ്ട് എഴുതിയാലും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക.
പിന്നെ മൂന്നാമത്തത് എന്താ, ഇസ്തിഅല ആണ്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. അങ്ങനെ മനസ്സിലാക്കുക. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഉയരൽ എന്നുള്ളൊരർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാം. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. അതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖ, സ്വാദ്, ലാദ്, ഗൈന്, ത്വാ, ഖാഫ്, പിന്നെ ലാ അല്ലേ? 7 അക്ഷരങ്ങളുണ്ടാവും. അതിന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാക്കാക്കി മാറ്റാം. ഹുസ്വ, ഞാനതിവിടെ എഴുതി തരാം, അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചാൽ മതി. എന്താണ്? ഹുസ്വ ലിഗത്തിൻ ഖിൽ, ഇങ്ങനെ പഠിച്ചേക്കുക. ഹുസ്വ ലിഗത്തിൻ ഖിൽ, ആ വേർഡ് അങ്ങനെ പഠിക്കുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ മാറ്റി എഴുതിയാൽ മതി അല്ലേ? ഖ, സ്വാദ്, ലാദ്, ഗൈന്, ത്വാ, ഖാഫ്, ലാ മാറ്റി എഴുതുക. അപ്പോൾ ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. അതിൻ്റെ അക്ഷരങ്ങൾ ഖുസ്വ ലിഗത്തിൻ ഖിൽ, 7 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. ഇനി 4ാമത്തെ സിഫത്ത് നോക്കാം നമുക്ക്. 4ാമത്തെ സിഫത്തിൻ്റെ പേര് ഇത്ബാഖ് എന്നാണ് അല്ലേ? ഇത്ബാഖ് അതിൻ്റെ അക്ഷരങ്ങൾ ആദ്യം അതിൻ്റെ ഉദ്ദേശം നോക്കാം. എന്താണ്? നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. സിമ്പിളാണ്, കൂടുതലൊന്നും പഠിക്കാനില്ല. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ, ഇതാണ് ഇത്ബാഖ് കൊണ്ടുള്ള ഉദ്ദേശം. അതാണ് അതിൻ്റെ അക്ഷരങ്ങൾ. 4 അക്ഷരങ്ങളുള്ളൂ, സിമ്പിളാണ്. ഏതാണ്? ഒന്ന് സ്വാദ്, ലാദ്, ത്വാ, ലാ. അപ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ട ഒരു 4 അക്ഷരങ്ങൾ. സ്വാദ്, ലാദ്, പുള്ളിയുള്ളതും പുള്ളില്ലാത്തതും. അതേപോലെ ത്വാ, ലാ, പുള്ളിയുള്ളതും പുള്ളില്ലാത്തതും. അപ്പോൾ ഈ 4 അക്ഷരങ്ങളാണ്. അത് മനസ്സിലാക്കുക, സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പിന്നെ 5ാമത്തത് കൽക്കലത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്തായാലും സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക. സാക്കിന് ഇപ്പോൾ സാധാരണ സുക്കൂന് വരുമ്പോൾ നമ്മൾ അതിന് സാധാക്ഷരങ്ങൾ പറയുന്നതിൻ്റെ ഒരു പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ അക്ഷരങ്ങൾക്ക് അഥവാ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നാൽ സാധാരണ ഫത്തഹും കസറും ലൊമ്മൊക്കെ ഉള്ള പോലെ എങ്ങനെ നമ്മൾ ഉച്ചരിക്കും അതേപോലെ തന്നെ സുക്കൂന് വരുമ്പോഴും ഉച്ചരിക്കണം എന്നാണ് പറയുന്നത്. വഖഫിലാണെങ്കിൽ സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക. വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം. അഥവാ ഈ അക്ഷരങ്ങളുണ്ടല്ലോ, അതിൻ്റെ അക്ഷരങ്ങൾ ആ അക്ഷരങ്ങളുമ്പോൾ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ, നിർത്തുകയാണെങ്കിൽ നല്ലോണം വ്യക്തമാക്കണം, കൂടുതൽ വ്യക്തമാക്കണം. അതിൻ്റെ അക്ഷരങ്ങൾ ഖാഫ്, ഒന്നാമത്തത് ഖാഫ്, പിന്നെ ത്വാ, ബാ, ജീമ്, ദാൽ, ഇങ്ങനെ ഒരു 5 അക്ഷരങ്ങളാണ്. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിങ്ങാണ്ട് അതിന് നമുക്ക് ഹർക്കത്ത് കൊടുത്തുങ്ങാണ്ട് നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും. എന്താണ്? ഖുതുബ് ജദ്, അങ്ങനെ ഒരു വാക്കാക്കി പഠിച്ചാൽ മതി. ഖുതുബ് ജദ്. അപ്പോൾ അതിലുള്ള അക്ഷരങ്ങൾ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ നമ്മൾ 5 സിഫത്തുകളും അതിൻ്റെ ഉദ്ദേശവും അതേപോലെ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞത് 2 ഇതാണല്ലോ. ഇത്ബാഖിൽ നമുക്കങ്ങനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വാക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം ആകെ 4 അക്ഷരമുള്ളൂ. മാത്രമല്ല അത് മനസ്സിലാകുന്ന അക്ഷരങ്ങളാണ്, ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. സ്വാദ്, ലാദ്, ത്വാ, ലാ. പിന്നെ കൽക്കലത്തിൻ്റെ ഖുതുബ് ജദ് എന്നുള്ള വാക്കാക്കി മനസ്സിലാക്കുക. 5 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പിന്നെ 4ാമത്തെ പാഠത്തിൽ ഹാകളെ കുറിച്ചും കണ്ടുള്ള പാഠം പഠിച്ചു. ഹാകൾ 3 വിധമാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്ന് പിന്നെ ഹാ തഅനീസാണ്. ഹാ തഅനീസിൻ്റെ ഹാ. രണ്ടാമത്തേത് സക്തയുടെ ഹാ ആണ്. മൂന്നാമത്തേത് ലൊമീറിൻ്റെ ഹാ ആണ്. അപ്പോൾ ആ പാഠത്തിൽ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പരീക്ഷയ്ക്ക് എളുപ്പം അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതാൻ വരാം, അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ തന്നിട്ട് അത് ഏത് ഹാൻ്റെ എന്ന് കണ്ടെത്താനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടെ പിന്നെ 3 ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതാണ് ആദ്യത്തെ ഭാഗം, ഇത് 2ാമത്, പിന്നെ അത് 3ാമത്. ഇത് 3 ഹാകൾക്കുള്ള ഉദാഹരണമാണ്. ഒന്നാമത്തേത് ഹാ ഉ തഅനീസിൻ്റെ ഉദാഹരണങ്ങളാണ്. ഹാ ഉ തഅനീസ്. രണ്ടാമത്തേത് ഹാ ഉസ്സക്തയുടെ ഉദാഹരണങ്ങളാണ്. ഹാ ഉസ്സക്തയുടെ ഉദാഹരണങ്ങളാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഹാ ഉല്ലൊമീറിൻ്റെ ഉദാഹരണങ്ങളാണ്. നമ്മുടെ ചുരുക്കിയിട്ട് എഴുതുന്നുള്ളൂ ഹാ ഉല്ലൊമീർ. ഇനി ഇത് ഏതിൻ്റെയൊക്കെ എന്ന് പ്രത്യേകം മനസ്സിലാകാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്കത് സിമ്പിളായിട്ട് കണ്ടെത്താം. ഫസ്റ്റ് ഹാ ഉ തഅനീസിനെ കുറിച്ചാണ് പറയുന്നത്. ഹാ ഉ തഅനീസിൻ്റെ പ്രത്യേകത എന്താണ്? ചേർത്തി ഓതുമ്പോൾ താ ആയിട്ട് പറയണം. വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ട് ഉച്ചരിക്കണം.
ചേർത്തി ഓതുമ്പോൾ താ, വഖഫ് ചെയ്യുമ്പോൾ ഹാ. ഇവിടെ നോക്കൂ, അൽ ഖാരിഅത്തു മൽ ഖാരിഅ, ഇതാണ് താ. ഇവിടെ ഇത് തഅനീസിൻ്റെയാണ്. ഇവിടെ നിർത്തുകയാണെങ്കിൽ അൽ ഖാരിഅ എന്ന് പറയണം, നിർത്തുകയാണെങ്കിൽ. അപ്പോൾ നിർത്തുമ്പോൾ ഹാ ആയിട്ട് പറയണം. ഇനി കൂട്ടിയാണ് പറയുമ്പോൾ അൽ ഖാരിഅ എന്ന് പറയാൻ പറ്റില്ല, അൽ ഖാരിഅത്തു. അപ്പോൾ താ വന്നു, അൽ ഖാരിഅത്തു മൽ ഖാരിഅ. ഇവിടെ നിർത്തിയപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഇനി അത് മനസ്സിലാക്കാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇങ്ങനെ ഈ താ കാണുമ്പോഴൊക്കെ മനസ്സിലാക്കുക അത് തഅനീസിൻ്റെ താ ആണ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ കാണുമ്പോൾ എവിടെ എങ്ങനെ കണ്ടാലും അത് തഅനീസിൻ്റെ താ ആണ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാവാനുള്ള ചെറിയ ട്രിക്കുകളാണ് പറഞ്ഞിരുന്നത്. ഇവിടെയൊക്കെ നോക്കൂ, ഹൽ അതാക ഹദീസുൽ ഗാശിയ വഫാക്കിഹത്തിൻ കസീറ, കണ്ടില്ലേ? വഫാക്കിഹത്തിൻ നിങ്ങൾ കൂട്ടി പറയുമ്പോൾ തീ താ പറഞ്ഞു, വഫാക്കിഹത്തിൻ. ഇനി ഇവിടെ അതേപോലെ ഇവിടെ നിർത്തിയപ്പോൾ ഹാ ആക്കി, വഫാക്കിഹത്തിൻ കസീറ, കണ്ടില്ലേ? ചേർത്തി ഓതുമ്പോൾ താ ആയിട്ട് പറയണം, നിർത്തുമ്പോൾ ഹാ ആയിട്ട് പറയണം. അതൊക്കെ ഈ താ ആണത്. ഈ താ കണ്ട അപ്പോൾ മനസ്സിലാക്കുക അത് തഅനീസിൻ്റെയാണ് എന്ന്. ഇവിടെ ഒക്കെ ഉണ്ട്, ലാ മഖ്തുഅത്തിൻ വലാ മംനുഅ ആമിലത്തുൻ നാസിബ. അപ്പോൾ ചേർത്തി പറയുമ്പോൾ താ, നിർത്തുമ്പോൾ ഹാ. ഇതാണ് ഹാ തഅനീസ്. കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കാം? ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് തഅനീസിൻ്റെന്ന് മനസ്സിലാക്കാം. ഇനി സക്ത്ത് നോക്കൂ, സക്ത്ത് സിമ്പിളാണ്. മാഹിയ, ഇഖ്തദി, മാലിയ, ഹിസാബിയ, കിതാബിയ. സക്തയുടെ ഹാൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും സുക്കൂനായിരിക്കാരം. ഈ സുക്കൂനാണ് കണ്ട അപ്പോൾ മനസ്സിലാക്കുക എന്താ ഇവിടൊക്കെ സുക്കൂനാണ്. അപ്പോൾ സുക്കൂന് കണ്ട ഹാ ഉസക്കത്താണ് എന്ന് മനസ്സിലാക്കുക. കണ്ടില്ലേ? മാഹിയ, ഇഖ്തദി, മാലിയ, ഹിസാബിയ, കിതാബിയ. അപ്പോൾ സിമ്പിളാണ്. ഇനി ലൊമീർ, ഹാ ഉല്ലൊമീർ. ഹാ ഉല്ലൊമീർ നോക്കൂ, ഈ ഹാ കണ്ടാൽ അത് ഹാ ഉല്ലൊമീറാന്ന് മനസ്സിലാക്കുക. നേരത്തെ ഈ താ ആണല്ലോ ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഹാ ഇങ്ങോട്ട് കണ്ടാൽ അത് ലൊമീറിൻ്റെ ഹാ എന്ന് മനസ്സിലാക്കാം. ലഹു മാഫിസ് സമാവാത്തി, അല്ലേ? വബിഹി ഇതവിടെ ഉണ്ട്, വബിഹി യസ്തഅജിലൂൻ ലഹുൽ മുൽക്കു, വബിഹി യസ്തഅജിലൂൻ ലഹുൽ മുൽക്കു അൻഹു തലഹാ വ ഇലൈഹിൽ മസീർ. ഇതൊക്കെ ലൊമീറിൻ്റെ ഹാ ആണ്, ലൊമീറിൻ്റെ ഹാ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യം കൂടി പറയാം. പിന്നെ ഈ ഹാ ഉൽ ലൊമീറിൻ്റെ മുമ്പിൽ ഹർക്കത്താണ്, ശേഷം ഹർക്കത്താണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കുറച്ച് നീട്ടിങ്ങാണ്ടാ പറയേണ്ടത്. ലഹു മാഫിസ് സമാവാത്തി എന്ന് പറയണം. വല്ലാതെ നീട്ടണ്ട, കുറച്ച് നീട്ടുക. വബിഹി ഇവിടെയും കണ്ടില്ലേ, ഹാ ഉൽ ലൊമീറുദ മുമ്പ് ഹർക്കത്ത് ഹി, പിന്നെയും ശേഷം ഹർക്കത്താണ്. അപ്പോൾ വബിഹി യസ്തഅജിലൂൻ എന്ന് പറയണം. എന്നാൽ അടുത്ത ശ്രദ്ധിക്കും, ഇവിടെ ഹാ ഉൽ ലൊമീറിൻ്റെ മുമ്പ് ഹർക്കത്താണ്, പക്ഷേ ശേഷം സുക്കൂനാണ്. അപ്പോൾ എന്ത് ചെയ്യരുത്? ഇവിടെ നീട്ടരുത്. ഇവിടെ നീട്ടി പറയണം, ഇവിടെ നീട്ടി പറയണം, ഇവിടെ നീട്ടി പറയരുത്. ലഹുൽ മുൽക്കു എന്നാണ് പറയാം. അപ്പോൾ ഇത് ഹാ ഉൽ ലൊമീറിൻ്റെ ശേഷം സുക്കൂന് വന്നതാണ്. ഇനി ഹാ ഉൽ ലൊമീറിൻ്റെ മുമ്പ് സുക്കൂന് വന്ന ഇതാ, ഹാ ഉൽ ലൊമീർ ഇതാ മുമ്പ് സുക്കൂന്, അപ്പോഴും നീട്ടാൻ പാടില്ല. അൻഹു തലഹ എന്ന് പറയരുത്, അൻഹു തലഹ എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് ദ ഹാ ഉൽ ലൊമീർ. ഹാ ഉൽ ലൊമീറിൻ്റെ മുമ്പും സുക്കൂനാണ്, ശേഷം സുക്കൂനാണ്, അപ്പോഴും നീട്ടാൻ പാടില്ല. വ ഇലൈഹിൽ മസീർ എന്നാണ് പറയേണ്ടത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഹാ ഉൽ ലൊമീറിൻ്റെ ശേഷം സുക്കൂന് വന്നതിന് ഉദാഹരണം. അപ്പോൾ ലഹുൽ മുൽക്കു എഴുതാം. പിന്നെ ഹാ ഉൽ ലൊമീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ അൻഹു തലഹ എഴുതാം. പിന്നെ ഹാ ഉൽ ലൊമീറിൻ്റെ മുമ്പും സുക്കൂന് ശേഷവും സുക്കൂന് വന്നാൽ ഏതെഴുതാം? വ ഇലൈഹിൽ മസീർ എന്നുള്ളത് എഴുതാം. അപ്പോൾ 3 ഹാകളും കണ്ടാൽ മനസ്സിലാകുന്ന ട്രിക്ക് ഞാൻ പറഞ്ഞു, അത് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് അഥവാ അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച ഹംസത്തുൽ വസ്ൽ, ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്അ് അടുത്ത പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, അത് പിന്നീട് പറയാം. ഹംസത്തുൽ വസ്ൽ, അല്ലേ? ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്കാണ്. തുടക്കത്തിൽ വരും, ഉച്ചാരണത്തിൽ വരും, എന്നാൽ ചേർത്തി ഓതുമ്പോൾ എന്ത് ചെയ്യൂല? ഉച്ചാരണത്തിൽ വരൂല. അങ്ങനത്തെ ഹംസക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയാം. ഉദാഹരണം നോക്കൂ, വഖ്ശൗനിൽ യൗമ, വഖ്ശൗനിൽ യൗമ. ഇപ്പോൾ ഇവിടെ ഈ വാ കഴിഞ്ഞങ്ങാണ്ട് ഇതാണ് വസ്ലിൻ്റെ ഹംസ, വസ്ലിൻ്റെ ഹംസ. അപ്പോൾ നമ്മൾ കൂട്ടി ഓതുമ്പോൾ വഖ്ശൗനി, അപ്പോൾ ഈ ഹംസ വരുന്ന ചെയ്തില്ലല്ലോ. നേരെ മറിച്ച് ആ വാ ഒഴിവാക്കി നമ്മൾ അത് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ എന്നാണ് പറയാം, ഇഖ്ശൗനി എന്നാണ് പറയാം. അപ്പോൾ ഹംസ വന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് നോക്കൂ, വഖ്ശൗനിൽ യൗമ. ഇവിടെ ഇങ്ങനെയാണ് കൂട്ടി പറയുമ്പോൾ വഖ്ശൗനിൽ യൗമ. അപ്പോൾ ഈ ഹംസ ഇവിടെ വന്നിട്ടുണ്ടല്ലേ, ഉച്ചാരണത്തിൽ വന്നിട്ടില്ല. ഇനി നേരെ മറിച്ച് ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മൾ, ഇവിടുന്ന് അങ്ങനെ തുടങ്ങുക, അൽ യൗമ എന്ന തുടങ്ങുക. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അൽ യൗമ. തുടക്കത്തിൽ
അപ്പോൾ തുടക്കത്തിൽ എന്ത് ചെയ്യും, ഈ ഹംസ് പറയും അല്യൗമ. ഒരു ഉദാഹരണം അതാ. എന്നാൽ ചേർത്തി പറയുമ്പോൾ ആ ഹംസ് പറയില്ല. വഖ്ഷൗനിൽ യൗമ, അതവിടെ ഉണ്ട് തന്നെ മനസ്സിലാവില്ല. ഇനി അത് അടുത്ത് നോക്കൂ, ലി നഫ്സി ദഹബ് എന്നാണ്. ലി നഫ്സി ദഹബ് ഇതിങ്ങനെ കൂട്ടി പറയുമ്പോൾ ഇത് നമ്മൾ പറയുന്നതന്നെയില്ല അല്ലേ. ലി നഫ്സി ദഹബ്. നേരെ മറിച്ച് ലി നഫ്സി ഒഴിവാക്കി നമ്മൾ ഇവിടം കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഇദ്ഹബ് എന്നാണ് പറയുക. അപ്പോൾ ഹംസ് വന്നു. അങ്ങനെ ഉദാഹരണങ്ങൾ ഈസബിനു മറിയം, ഈസബിനു ഇവിടെ കൂട്ടുമ്പോൾ ഇത് വന്നില്ല. നേരെ മറിച്ച് ഇവിടുന്ന് തുടങ്ങിയപ്പോൾ ഇബ്നു മറിയം അപ്പോൾ വന്നു. ഇത് കാലത്തിമ്രഅത്തു ഫിർഔന, ഇത് കാലത്തിമ്രഅത്തു എന്ന് പറയുമ്പോൾ ഈ സാധനം ഹംസ് വന്നില്ല. നേരെ മറിച്ച് അത് ഇവിടെ തുടങ്ങിയപ്പോഴോ ഇമ്രഅത്തു, അപ്പോൾ ഇവിടെ ഹംസ് വന്നു. ഉദാഹരണം കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ. അതിങ്ങനെ കൂട്ടി പറഞ്ഞു നോക്കിയാൽ മതി. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയാം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. കണ്ടാൽ മനസ്സിലാകാനുള്ള കാര്യങ്ങൾ ട്രിക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് വരുമ്പോൾ എഴുതുക. ഇനി അതുപോലെ 6ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതായിരുന്നു ഹംസത്തുൽ ഖത്ത്. നേരത്തെ ഹംസത്തുൽ വസ്ൽ പറഞ്ഞു, ഇനി ഹംസത്തുൽ ഖത്ത് ആണ്. ഹംസത്തുൽ വസ്ൽ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല, തുടക്കത്തിൽ വരും. എന്നാൽ ഹംസത്തുൽ ഖത്തിൻ്റെ പ്രത്യേകത തുടക്കത്തിലും വരും, ചേർത്തി ഓതുമ്പോഴും വരും. രണ്ട് സമയത്തും ഹംസ് പറയേണ്ടി വരും. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്കാണ് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നിർവചനത്തിൻ്റെ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുക, ഇസ്മുഹു അഹ്മദ് എന്നാണ് പറയാം. ഇത് കൂട്ടി പറയുമ്പോഴും ഈ ഹംസ് വരും. ഇസ്മുഹു അഹ്മദ് അപ്പോഴും വന്നു. ഇവിടെ എങ്ങനെ പറയൂല, ഇസ്മുഹു അഹ്മദ് എന്ന് പറയൂല. കാരണം ഇത് വസ്ലിൻ്റെ ഹംസല്ല, ഖത്ഇൻ്റെ ഹംസയാണ്. അപ്പോൾ ഇസ്മുഹു അഹ്മദ് കൂട്ടി പറയുമ്പോൾ പറഞ്ഞു. ഇനി അത് തുടങ്ങുകയാണെങ്കിൽ, അതുകൊണ്ട് തുടങ്ങുകയാണെങ്കിലും പറയും അഹ്മദു എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ പ്രത്യേകം നോക്കാൻ തന്നെ ഇല്ല. പിന്നെ ഫീ അഹ്സനി തഖ്വീം എന്നാണ്. ഫിഹ്സനി തഖ്വീം എന്ന് പറയൂല. കാരണം ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരും ഫീ അഹ്സനി തഖ്വീം. ഇനി അത് തുടങ്ങുമ്പോഴും എന്താ പറയുക, അഹ്സനി പറയും. അപ്പോൾ അത് വന്നു. തുടങ്ങുമ്പോൾ പിന്നെ എന്താ, രണ്ടാണെങ്കിലും ഹംസത്തുൽ വസ്ലാണെങ്കിലും ഹംസത്തുൽ ഖത്ത് ആണെങ്കിലും തുടങ്ങുമ്പോൾ വരും, ഒരു സംശയമില്ല. ചേർത്തി ഓതുമ്പോൾ വരാത്തത് വസ്ൽ, ചേർത്തി ഓതുമ്പോഴും വരുന്നത് ഖത്ത് അല്ലേ. വ അഖീമു വുജൂഹക്കും എന്നാണ്. വഖീമു വുജൂഹക്കും എന്ന് പറയില്ല, ഈ ഹംസ് പറയണം. കൂട്ടി ഓതുമ്പോഴും പറയണം. വ അഖീമു വുജൂഹക്കും. പിന്നെ അഖീമു തുടങ്ങുമ്പോൾ. മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക, മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക എന്ന് പറയൂല. മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക പറയൂല. കാരണം അത് വസ്ലിൻ്റെ ഹംസല്ല, ഈ ഹംസ ഖത്ഇൻ്റെ ഹംസയാണ്. അപ്പോൾ അവിടെ കൂട്ടി ഓതുമ്പോഴും പറയണം മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക എന്ന് പറയണം. തുടങ്ങുമ്പോൾ എന്തായാലും പറയണം ഇയ്യാക്ക. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. ഹംസത്തുൽ ഖത്ത് എന്നാൽ എന്ത് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 8ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വഖഫിൻ്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും. ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ അടയാളങ്ങൾ കാണാം, അവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ പേര് എന്നൊക്കെ പറയുന്ന ആ പാഠമാണ് 8ാമത്തെ പാഠം. ഇവിടെ അടയാളങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു റൗണ്ട് അല്ലേ, ഇങ്ങനെ റൗണ്ട് കാണുമ്പോൾ ഇത് മറ്റേ ഖുർആനിലാവുമ്പോൾ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ആയത്തിൻ്റെ നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ റൗണ്ട് കാണുമ്പോൾ ആ റൗണ്ട് അതിന് നമ്മൾ റഅ്സു ആയ എന്ന് പറയും. റഅ്സു ആയ, ആയത്ത് അവസാനിച്ചിരിക്കുന്നു. അത് പ്രത്യേകം മനസ്സിലാക്കാനൊന്നുമില്ല. കാരണം റൗണ്ട് കണ്ടാൽ നമ്മൾ ആയത്തിൻ്റെ അവസാനം കാണാമല്ലോ, ഒരു ഡിസൈനൊക്കെ കൊടുത്തങ്ങാണ്ട് റഅ്സു ആയ, ആയത്ത് അവസാനിച്ചിരിക്കുന്നു എന്നറിയിക്കാനാണ് ആ അടയാളം. അത് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ അടുത്ത് നോക്കൂ, ഇനി ഈ ഒരു എഴുത്ത് കാണാം, ഖില എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഖില എന്ന് പറയാം. അതിനെന്താണ് പേര് പറയുന്നത് ഇവിടെ? അൽ വഖില എന്ന് പറഞ്ഞാൽ അൽ വഖഫു ഔല എന്നാണ്. ഖില അൽ വഖഫു ഔല, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഈ ഖില കാണുമ്പോൾ ഏറ്റവും നല്ലത് വരണം. കാരണം വഖഫുമായി ബന്ധപ്പെട്ട് കുറേ പറയുന്നുണ്ട്. ഖില അൽ വഖഫു ഔല, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് താഴെയുള്ള ഒന്ന് പറയാം. അഥവാ എന്താ ഇത് നോക്കൂ, അതിൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ടാണ് പറയുന്നത് സില എന്ന്. ഇത് സില എന്ന് പറയാം നമുക്ക്. സില, എഴുത്ത് സില എന്ന് പറയാം. അഥവാ അൽ വസ്ലു ഔല എന്നാണ്. ഇനി അത് പെട്ടെന്ന് മനസ്സിൽ വരാൻ വേണ്ടി ഖി എന്നുള്ളത് വഖഫുമക്ക് കൊടുക്കുക. ഖില വഖഫു ഔല, സില വസ്ലു. മനസ്സിലായില്ലേ? സില വസ്ലു ഔല, ഖില വഖഫു ഔല, സില വസ്ലു ഔല. അവിടെ ഒരു സ്വാദുണ്ട്, ഇവിടെ ഒരു സ്വാദുണ്ട്, ഇവിടെ ഒരു സ്വാദുണ്ട്. അതൊക്കെ
ചെറിയ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഇവിടെ ഒരു കാഫുണ്ട്, ഇവിടെ ഒരു കാഫുണ്ട്, അതൊക്കെ മനസ്സിലിങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടി ഇങ്ങാണ്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ ഹിൻറ്റുകളാണ്. അപ്പോൾ ഇനി അതെന്താണ്, ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഫസ്റ്റ് പറഞ്ഞുകൊടുത്ത് വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. സിലാവുമ്പോൾ ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത്, മനസ്സിലാക്കുക. ഖില അൽ വഖഫു ഔല, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. സില അൽ വസ്ലു ഔല, ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. പിന്നെ ത്വാ കാണുമ്പോൾ അടുത്തത് ത്വാ വഖഫ് മുത്ലഖാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ത്വാ ഇങ്ങനെ ഈ ത്വാ നമുക്ക് കൊടുത്തിട്ട് അതൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കാൻ ചെറിയ ട്രിക്ക്. ത്വാ വഖഫ് മുത്ലഖ്, ത്വാ മുത്ലഖ്, വഖഫ് ചെയ്യലാണ് നല്ലത്, അത്രേ ഉള്ളൂ. വഖഫ് ചെയ്യലാണ് നല്ലത്, ഏറ്റവും ഇല്ല. ഇനി മീമുണ്ട്, മീമ് എന്താണ്, വഖഫ് ലാസിമാണ്. ഇവിടെ ഇങ്ങനെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ലാസിം, മീമ് വഖഫ് ലാസിം അഥവാ വഖഫ് നിർബന്ധം അല്ലെങ്കിൽ മുഅക്കദായ സുന്നത്ത്. വഖഫ് ലാസിം അല്ലെങ്കിൽ വഖഫ് ലാസിം എന്ന് പറയുമ്പോൾ മീമ് വഖഫ് ലാസിം, വഖഫ് നിർബന്ധം, മുഅക്കദായ സുന്നത്ത്. ഇനി ജീമാണെങ്കിലോ, ജീം എന്ന് പറയുമ്പോൾ വഖഫ് ജായിസ്, ജീമ് ജായിസ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വഖഫ് ജായിസ് അഥവാ വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം. ജായിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫിഖ് ഒന്നും ആലോചിച്ചാൽ മതി. ജായിസ് ഹലാൽ പഠിച്ചല്ലോ, എന്ത് ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയും കൂലിയൊന്നും ഇല്ലാത്തതെന്ന് പഠിച്ചില്ല. അതേ ഒരു ഏകദേശം അതേ രൂപത്തിൽ തന്നെ വരിക. എന്ത് വഖഫ് ചെയ്താലും ചെയ്യാതിരിക്കലൊക്കെ, ചെയ്യലും ചെയ്യാതിരിക്കലൊക്കെ സമം ഒരേപോലെയാണ്. അതാണ് ജായിസ്. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കുക. ഇനി അടുത്തത് സായ് ആണ്. സായ് എന്നുള്ള ചിഹ്നം കാണുമ്പോൾ അതിൻ്റെ പേര്, അതിൻ്റെ എങ്ങനെ പറയാം, വഖഫ് മുജവ്വസ്. ഈ സായ്മക്കാണ് കൂടുന്ന കൂട്ടിയാൽ മതി. മുജവ്വസ്, വഖഫ് മുജവ്വസ് എന്ന് പറയാം. അഥവാ ചേർത്തി ഓതലാണ് നല്ലത്, ചേർത്തി ഓതലാണ് നല്ലത്. നേരത്തെ വഖഫ് മുത്തലക്ക് പറഞ്ഞിരുന്നു, അത് നിർത്തലാണ് നല്ലത്. ഇത് സായ് മുജവ്വസാണ് അഥവാ ചേർത്തി ഓതലാണ് നല്ലത്. പിന്നെ ഖാഫ് കാണുകയാണെങ്കിൽ ഖാഫ് ഖീല അലൈഹിൽ വഖഫ്, ഇവിടെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഖാഫുണ്ട്, അപ്പോൾ അത് നമുക്കാണ് യോജിപ്പിച്ചാൽ മതി. ഖാഫ് ഖീല അലൈഹിൽ വഖഫ്, നിർത്താമെന്ന് അഭിപ്രായമുണ്ട്, നിർത്താമെന്ന് അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. പിന്നെ ഇങ്ങനെ ഒരു 3 അടുപ്പും കല്ല് കണ്ടാൽ, അടുപ്പും കല്ല് പോലെ ഒരു 3 ഇങ്ങനെ കുത്ത്, അത് ഇങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് വരില്ല, അതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ ഇതേപോലെ 2 എണ്ണം ഉണ്ടാവും, ഇങ്ങനെ 2 എണ്ണം ഉണ്ടാവും. അതിന് വഖഫ് മുആനഖ, വഖഫ് മുറാഖബ എന്നൊക്കെ പറയാം, രണ്ടും പറയാം. വഖഫ് മുആനഖ എന്നും പറയാം, മുറാഖബ എന്നും പറയാം. എന്താണ് അതിൻ്റെ ഉദ്ദേശം, എന്താണ്, നിർത്തുന്ന പക്ഷം 2-ൽ ഒരിടത്തെ നിർത്താവൂ. അപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്തെ നിർത്താവൂ, 2 കൂടി നിർത്തരുത്. നിർത്തുകയാണെങ്കിൽ ഒരിടത്തെ നിർത്താവുള്ളൂ. അതാണ് വഖഫ് മുആനഖ, മുറാഖബ. ഒക്കെ സിമ്പിളാണ്. ഈ പിന്നെ ലാ, അടുത്തത് ലാ എന്നാണ്. അതും ഇവിടെ ലാ തഖിഫ്, അയിമക്കാണ് കൂട്ടിയാൽ മതി. ലാ തഖിഫ് അഥവാ നിർത്തരുത്, നിർത്തരുത്. ഇനി അത്രേ അതിൻ്റെ ഉദ്ദേശം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ പറയുന്നത് എന്താണ്, പിന്നെ അതിൻ്റെ കൂടെ പറയുന്നത് ആയത്തിൻ്റെ ഇടക്കാണെങ്കിൽ എടുത്തോതണം. ഇങ്ങനെ ലാ എന്ന് കാണുന്നിടത്ത് ആയത്തിൻ്റെ ഇടക്കാണ് ഈ ലാ എന്നത് കാണുന്നതെങ്കിൽ അത് എടുത്തോതണം. ആയത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ മടക്കി ഓതേണ്ടതില്ല. അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കുക. ഇനി 11ാമത്തെ പാഠത്തിൽ അൽ ഖുറാ ഉൽ അഷറ എന്ന് പറഞ്ഞിട്ട് പിന്നെ 10 ഖാരിഉകളുടെ പേര് പറയുന്നുണ്ട്. ഒന്നാമത്തത് നാഫിഉൽ മദനി, 2 അബ്ദുല്ലാഹിബ്നു കസീർ അൽ മക്കി, പിന്നെ 3 അബു അംറിൻ അൽ ബസ്വരി, 4 അബ്ദുല്ലാഹിബ്നു ആമിറിൻ ഷാമി, 5 ആസിമുൽ കൂഫി, 6 ഹംസത്തുൽ കൂഫി, പിന്നെ 7 കിസാഇയുൽ കൂഫി, 8 അബു ജഅഫർ അൽ മദനി, 9 യാക്കൂബുൽ ഹദ്റമി, 10 ഖലഫുൽ കൂഫി റളിയല്ലാഹു അൻഹും. അപ്പോൾ ഇവരൊക്കെയാണ് 10 ഖാരിഉകൾ. ഇവരൊക്കെ പേരിൻ്റെ കൂടെ എന്തുണ്ട്, അവരുടെ സ്ഥലം പറയുന്നുണ്ട്. മദനി, നാഫിഉൽ മദനി പറഞ്ഞാൽ മദീനക്കാരനായ ഖാരി ആണത്. അത് ഓരോ സ്ഥലപ്പേര്, ഇപ്പോൾ നമ്മളെ പേരിൻ്റെ കൂടെ സ്ഥലപ്പേര് കൂട്ടി പറയല്ലോ. നാഫിഉൽ മദനി. പിന്നെ അബ്ദുല്ലാഹിബ്നു കസീർ മക്കിയാണ്, മക്കയിൽ ഉള്ള ആളാണ്. അബു അംറിൻ അൽ ബസ്വരി പറഞ്ഞാൽ ബസ്റക്കാരനാണ്. അബ്ദുല്ലാഹിബ്നു ആമിറിൻ ഷാമി പറഞ്ഞാൽ ഷാമുകാരനാണ്. ആസിമുൽ കൂഫി പറഞ്ഞാൽ കൂഫക്കാരനാണ്. ഹംസത്തുൽ കൂഫി കൂഫ, കിസാഇയുൽ കൂഫി കൂഫ, അബൂ ജഅഫർ അൽ മദനി, മദനി പറഞ്ഞാൽ മദീനക്കാരനാണ്. യാക്കൂബുൽ ഹദ്റമി പറഞ്ഞാൽ ഹദ്റമൗത്ത്, ഹദ്റമിയാണ്. ഖലഫുൽ കൂഫി പറഞ്ഞാൽ കൂഫൻ. ഇതിൽ ഈ കൂഫക്കാരായ 4 ഖാരിഉകളെ പേര് പറയണ്ടല്ലേ. കൂഫക്കാരായ 4 കാര്യങ്ങൾ ഏതാ കൂഫ. ഒന്നാമത്തേത് ഇതാ, അപ്പോൾ അത് ആസിം. പിന്നെ അടുത്തത് ഹംസത്തുൽ കൂഫി. പിന്നെ കിസാഇയുൽ കൂഫി പറഞ്ഞാൽ കിസായി. പിന്നെ
ലാസ്റ്റ് ഖലഫ്. ഇങ്ങനെ 4 ആൾക്കാരാണ്. പിന്നെ കൂഫക്കാർ. പിന്നെ മദീനക്കാരായ 2 കാരികളുണ്ട്. ഒന്ന് നാഫി മദനിയാണ്, പിന്നെ ഒന്ന് നാഫി എന്നവരാണ്. മദനി ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ അബൂ ജഅഫർ അൽ മദനി, അബൂ ജഅഫർ, ഇവരാണ് മദീനക്കാരായ 2 കാരികൾ. ഇതൊക്കെ മറ്റേ 25-ാമത്തെ പേജിൽ ഈ ചോദ്യങ്ങളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മക്കക്കാരനായ ഒരു കാരി ഉണ്ട്. അതാരാണ്? അബ്ദുല്ലാഹിബ്നു കസീർ അല്ലേ, മക്കി ഇവിടെ ഉണ്ട്. അബ്ദുല്ലാഹിബ്നു കസീർ മക്കിയാണ്. അബ്ദുല്ലാഹിബ്നു കസീർ. ബസ്റക്കാരനായ ഒരു ഇമാമുണ്ട്, ഒരു ഇമാം. അതാരാ ബസ്റക്കാരൻ? അബൂ അംർ, അബൂ അംറിൽ ബസ്വരി എന്ന് കണ്ടില്ലേ. പിന്നെ ഷാമുകാരനായ ഒരാൾ, അത് അബ്ദുല്ലാഹിബ്നു ആമിറാണ് റളിയല്ലാഹു അൻ. പിന്നെ ഹളർമൗത്തിലുള്ള ഒരു ഹളറമി യാക്കൂബ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളായിട്ട് വരാം. പേരുകൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. പുതിയ മോഡൽ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.